ഹലോ ഡിയേഴ്സ്, വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഒരൊറ്റ വീഡിയോ കണ്ടിട്ട് 52+ മാർക്ക് അങ്ങ് നേടാൻ സാധിച്ചാലോ എന്ന് പറയുമ്പോൾ ഇതിലെ ചാപ്റ്റേഴ്സ് ഞാൻ ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുള്ള ചാപ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ആദ്യം പഠിക്കേണ്ട രീതിയിൽ ഞാൻ പറഞ്ഞിരുന്നു. നിങ്ങൾ പഠിക്കേണ്ടത് ഓരോരോ വെയിറ്റേജ് നോക്കിയിട്ട് ഹൈ വെയിറ്റേജ് ഉള്ള ചാപ്റ്റേഴ്സ് നന്നായിട്ട് തന്നെ സെറ്റ് ആക്കണം എന്നുള്ള രീതിയിൽ പറഞ്ഞിരുന്നു. അത് തന്നെ പഠിക്കാൻ എളുപ്പമുള്ളത് ആദ്യം പഠിക്കണം. അപ്പോൾ ആ ഓർഡർ വെച്ചാണ് ഞാൻ പറയുന്നത്. ഇവിടെ ഇതിനകത്ത് ക്വസ്റ്റ്യൻസ് കാണിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. കാരണം ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പെട്ടെന്ന് കവർ ചെയ്ത് പോകുവാനുള്ള ഒരു ചാൻസ് ആണ്. ഞാൻ പറഞ്ഞല്ലോ 52+ ഭാഗ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം. അത്രയും നമ്മുടെ എഫേർട്ടിനും നമ്മുടെ എന്താ പറയുക ആ ഒരു സമയത്തിനൊക്കെ നിങ്ങളുടെ ഭാഗത്ത് നിന്നൊരു സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ലൈക്ക് കമന്റ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ കാണുന്നവരൊന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യണം. സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ നമുക്ക് സങ്കടാവുന്നേ. അപ്പോൾ ഇതിനകത്ത് റൈറ്റ് എനി ടു ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇത് കാഥോഡ് റേസ് എല്ലാവർക്കും അറിയില്ലേ. സ്റ്റാർട്ട് ഫ്രം കാഥോഡ് മൂവ് ടുവേർഡ്സ് ആനോഡ്. ഇലക്ട്രിക് ഫീൽഡോ മാഗ്നറ്റിക് ഫീൽഡോ ഒന്നും ഉണ്ടെങ്കിൽ എന്താണ് നെഗറ്റീവ്ലി ചാർജ്. കാരണം കാഥോഡ് റേസ് എന്താണ് ഇലക്ട്രോൺസ് പോലെ നെഗറ്റീവ്ലി ചാർജ് പാർട്ടിക്കിൾസ് ആണ്. പിന്നെ ക്യാരക്ടറിസ്റ്റിക്സ് ഡു നോട്ട് ഡിപെൻഡ് അപ്പോൺ ദ മെറ്റീരിയൽ ഓഫ് ഇലക്ട്രോൺസ് ആൻഡ് നേച്ചർ ഓഫ് ദ ഗ്യാസ് പ്രസന്റ് ഇൻ ദി ആനോഡ് കാഥോഡ് റേ ട്യൂബ്. ആനോഡ് അല്ല കാഥോഡ് റേസ് പറഞ്ഞാൽ ഇലക്ട്രോൺസിന്റെ അതേ പ്രോപ്പർട്ടി. ഇലക്ട്രോൺസ് ആണല്ലോ സംഭവം. അപ്പോൾ കാഥോഡ് റേസ് themselves are not visible and identified using fluorescent materials and in the absence of electric field എന്താണ് travel in straight line. അതൊക്കെ നിങ്ങൾക്ക് അറിയാം, പെട്ടെന്ന് പഠിച്ചിട്ടുണ്ടാവും. ആനോഡ് റേസ് ആണ് അതിന് നേരെ ഓപ്പോസിറ്റ് ആണ് പറയാ. പക്ഷേ അവരുടെ എന്താണ് അവരുടെ ചാർജ് പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ their properties depend upon the unlike cathode rays mass of positively charged particle depends on the nature of the gas present in the cathode tube. അതായത് അവരുടെ പ്രോപ്പർട്ടീസ് എന്താണ് ഡിപ്പെൻഡ് ഓൺ ദി nature of the gas present in the tube. മനസ്സിലായില്ല, അതിനനുസരിച്ച് അതിനകത്ത് വ്യത്യാസം വരുമെന്നുള്ളതാണ്. ദീസ് ആർ സിംപ്ലി പോസിറ്റീവ്ലി ചാർജ്ഡ് ഗ്യാഷ്യസ് അയോൺസ് ആണ്. കാരണം കാഥോഡ് റേസ് അങ്ങോട്ട് പായുമ്പോൾ അത് തട്ടിയിട്ട് ഇലക്ട്രോണുകൾ തെറിച്ചിട്ട് അവിടെയുള്ള ഗ്യാസുകൾ എന്താണ് അയണൈസ് ആയിട്ട് പോസിറ്റീവായിട്ട് എന്ത് ചെയ്യാണ് ആനോഡിലേക്ക് മൂവ് ചെയ്യാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനകത്ത് ചാർജ് മാസ് റേഷ്യോ എന്താണ് ഗ്യാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ അതിനകത്ത് നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ പെട്ടെന്നുള്ള പോയിന്റുകൾ പഠിച്ചു വെച്ചാൽ മതി. ബിഹേവിയർ ഓഫ് ദീസ് പാർട്ടിക്കിൾസ് എന്താണ് ഓപ്പോസിറ്റ് ഡേറ്റ് ഓഫ് കാഥോഡ് റേസിന് നേരെ ഓപ്പോസിറ്റ് ആണ്. അതായത് ഇവർ പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ എങ്ങനെയാണോ പെരുമാറുക അതുപോലെയാണ്. അപ്പോൾ ഒന്നുമില്ലാന്ന് ആനോഡ് റേസ് എന്താണ് നെഗറ്റീവ്ലി ഇലക്ട്രോൺസ് അല്ലേ, അവർ നെഗറ്റീവ് ചാർജ് എങ്ങനെയാണ് പെരുമാറുക അതുപോലെ പെരുമാറും. ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും വെച്ചാൽ ആനോഡ് റേസോ പോസിറ്റീവ് എങ്ങനെ പെരുമാറും അതുപോലെ പെരുമാറും. കാഥോഡ് റേസിനകത്ത് എന്തില്ല, ഗ്യാസിനൊന്നും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല അവരുടെ പ്രോപ്പർട്ടീസ്. ആനോഡ് റേസിനകത്ത് ആ ട്യൂബിനകത്ത് ഗ്യാസിന് എന്ത് ചെയ്യും, അതിന്റെ പ്രോപ്പർട്ടീസ് ഡിപ്പെൻഡ് ചെയ്യും. അതൊക്കെ അങ്ങ് പറഞ്ഞാൽ മതിയെന്നേ. പിന്നെന്താ ഇതിനകത്ത് റുദർഫോർഡിന്റെ ഒബ്സർവേഷൻ ചോദിക്കൂട്ടോ. അങ്ങനെ നിങ്ങൾക്ക് അറിയുന്നതില്ല. മോസ്റ്റ് ഓഫ് ദ ആൽഫ പാർട്ടിക്കിൾ ചുമ്മാ അങ്ങ് കടന്നുപോയി എന്നും കുറച്ച് അങ്ങ് ഡിഫ്ലക്റ്റഡ് ആയി എന്നതൊക്കെ ഞാൻ പറയുന്നില്ല, അതൊക്കെ എല്ലാവർക്കും അറിയുന്നുണ്ടാവും. പിന്നെ സാലിയന്റ് ഫീച്ചേഴ്സ് അല്ലെങ്കിൽ പോസ്റ്റുലേറ്റ്സ് ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പോസ്റ്റുലേറ്റ്സ് വേറെയാണ് സംഭവം, അതിനകത്ത് എഴുതണം റുദർഫോർഡ് പറഞ്ഞ കാര്യങ്ങൾ. പിന്നെ കൺക്ലൂഷൻ ചോദിച്ചു കഴിഞ്ഞാൽ റുദർഫോർഡ് പറഞ്ഞു എന്താണ് മോസ്റ്റ് ഓഫ് ദ സ്പേസ് ഇൻ ആറ്റം ഈസ് എംപ്റ്റി ആണ്, എന്നാലോ കുറച്ച് ഡിഫ്ലക്ട് ചെയ്തു, അതുകൊണ്ട് തന്നെ അതൊരു പോസിറ്റീവ് സെന്റർ ഉണ്ട്, ന്യൂക്ലിയസ് ഉണ്ട്, പിന്നെ എന്തുണ്ട് ആ സംഭവങ്ങളൊക്കെ പഠിക്കാം. ദെൻ ഡീമെറിറ്റ്സ് ഓഫ് റുദർഫോർഡ് മോഡൽ, അത് പല രീതിയിൽ ഡ്രോബാക്സ് ലിമിറ്റേഷൻ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുക, അതൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ബോർ മോഡൽ ആട്ടോ ഇതിൽ 5 സ്റ്റാർ. അപ്പൊ ഞാൻ ഓരോ ചാപ്റ്റർ പറയുമ്പോഴേ അതിൽ ഏറ്റവും ആദ്യം പഠിക്കേണ്ട പറയും, ഇതിൽ ഏറ്റവും ആദ്യം ബോറാണ്. മനസ്സിലായില്ലേ, ഇതിൽ ഏറ്റവും ആദ്യം ബോർ തന്നെയാണ്. അപ്പോൾ മറ്റേതൊക്കെ പഠിക്കണം. അപ്പോൾ നിങ്ങൾ ബോർ എന്തായാലും പഠിക്കും കേട്ടോ. ലിമിറ്റേഷൻസ് പിന്നെ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ഒക്കെ വേണമെങ്കിൽ വരാം. അതിനകത്ത് സ്പെക്ട്രൽ ലൈൻസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളാണ്. ദെൻ ഹൈഡ്രജൻ സ്പെക്ട്രം, അത് ബാമർ സീരീസ്. ഇപ്പോൾ വിസിബിൾ ലൈറ്റ് ഏതാണ്, അൾട്രാ വയലറ്റ് ഏതാണ് എന്നൊക്കെ ചോദിക്കും. ഇവിടെ അൾട്രാ വയലറ്റ് ആണ്. അപ്പോൾ ലൂമാൻ എന്ന് പഠിച്ചാൽ മതി. എന്താണ് ലൂമാൻ, ബാമർ, ബാമർ വിസിബിൾ ആണ്, ബാലൻവി. പിന്നെ ലൂമാൻ, അൾട്രാ വയലറ്റ്. ലൈമാൻ എന്താണ് അൾട്രാ വയലറ്റ് ആണ്, ലൂമാൻ. അപ്പോൾ കൂടെ പിന്നെ ഡീബ്രോഗ്ലി, ലാംഡ HP, ലാപ്ടോപ്പ് വാങ്ങി HP-യുടെ ഡീബ്രോഗ്ലി നമ്മൾ കൂടെ ഒക്കെ പഠിച്ചിരുന്നു. ഡീബ്രോഗ്ലി ലാംഡയുടെ ലാപ്ടോപ്പ് വാങ്ങി HP-യുടെ എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ അതിന്റെ വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു. ഡീബ്രോഗ്ലിയുടെ പ്രോബ്ലം ന്യൂമറിക്കലൊക്കെ നമ്മൾ ടിൻഡുമോനെ വെച്ച് അടിപൊളിയാക്കി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്യാം. ഇതിലെ പ്രോബ്ലം ന്യൂമറിക്കൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഹെയ്സൻബർഗ് ആണെങ്കിലും അല്ലെങ്കിൽ ഡീബ്രോഗ്ലി വേവ് ലെങ്ത് ആണെങ്കിലും ഇതൊന്ന് വരാൻ സാധ്യതയുള്ള ആ സ്ട്രക്ചർ ഓഫ് ആറ്റത്തിന് ഏറ്റവും സാധ്യതയുള്ളത് ഈ രണ്ട് ന്യൂമറിക്കലാണ്. പിന്നെ ഹെയ്സൻബർഗ് പ്രിൻസിപ്പിൾ പഠിക്കാണ്ട് പോകാൻ പാടില്ല, മനസ്സിലായില്ലേ? അപ്പൊ ടിൻഡുമോന്റെ സ്പീഡും അതായത് ഇലക്ട്രോണിന്റെ സ്പീഡും അതിന്റെ പൊസിഷനും ഒരേ സമയം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പറയാൻ പറ്റില്ല എന്ന് ടിൻഡുമോൻ ഒരു ഇലക്ട്രോൺ ആണെങ്കിൽ. അപ്പൊ ഇതിനകത്ത് അതുപോലെ മൈക്രോസ്കോപ്പി പാർട്ടിക്കിൾ അതന്നെ അതിന്റെ പ്രോബ്ലം ചെയ്യാനുള്ള സംഭവങ്ങൾ പ്രോബ്ലം ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്. ക്വാണ്ടം നമ്പേഴ്സ് നിങ്ങൾ വിചാരിക്കും ക്വാണ്ടം നമ്പേഴ്സ് ഇപ്പൊ എന്താ പഠിക്കുക, ക്വാണ്ടം നമ്പേഴ്സ് പറഞ്ഞിട്ട് കാര്യമില്ല. അതിൽ ചോദ്യം വരെ പല രീതിയിലാണ്. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എന്താണെന്ന് ചോദിക്കാം, അസിമൂത്തിൽ എന്താണെന്ന് ചോദിക്കാം. അപ്പം അതുപോലെ എനർജി ഡിറ്റർമിൻ ചെയ്യുന്നത് ഏത് ക്വാണ്ടം നമ്പറാ ചോദിക്കാം, ന്യൂക്ലിയസ് എന്നുള്ള ഡിസ്റ്റൻസ് ഏത് ക്വാണ്ടം നമ്പറാ ചോദിക്കാം, ഷേപ്പ് ഓഫ് ദ ഓർബിറ്റിൽ ഏത് ക്വാണ്ടം നമ്പറാ ചോദിക്കാം, മനസ്സിലായില്ല? അങ്ങനെയൊക്കെ ചോദിക്കാം. മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ, സ്പിൻ ക്വാണ്ടം നമ്പർ. അപ്പൊ അതിനകത്ത് സംഗതികളൊക്കെ അതിനകത്ത് പഠിക്കണം, മനസ്സിലായത്? മാത്രമല്ല അത് എങ്ങനെയാ ഇതുപോലെയൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻ വരിക. N വാല്യൂ L വാല്യൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിനകത്ത് ഏതാണ് കറക്റ്റ് അല്ല എന്നൊക്കെ ചോദിച്ചിട്ട്, അല്ലാതെ ക്വാണ്ടം നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകം അങ്ങനെ ആ രീതിയിലാണ് ക്വസ്റ്റ്യൻ വരിക. പിന്നെ 2S അതിനകത്ത് ഷേപ്പ് വരയ്ക്കാൻ. അപ്പോൾ 1S കഴിഞ്ഞ് പിന്നെ ഒരു നോഡ് കഴിഞ്ഞ് പിന്നെ 2S സംഭവം വരയ്ക്കാൻ.
അതൊക്കെയാണ് ഇതിനകത്ത് ഉണ്ടാവുക ക്വസ്റ്റ്യൻസ്. പിന്നെ കോണ്ടന്റ് നമ്പേഴ്സ് എന്താണെന്ന് ചോദിക്കാറുണ്ട്. എക്സ്പ്ലെയിൻ എനി ടു കോണ്ടന്റ് നമ്പേഴ്സ് ആ രീതിയിലാണ് പലപ്പോഴും വരാറുള്ളത്. അപ്പോൾ പ്രിൻസിപ്പലോ അസിമുത്തിലോ അങ്ങോട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പഠിച്ചു വെച്ചോളൂ. പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിൻസിപ്പൽ ഷെല്ലിൽ നമ്മുടെ എഴുതിയിട്ടുണ്ട്, എനർജി ലെവലിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ്. പിന്നെ അസിമുത്തൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെപ്രസെന്റ് സബ് ഷെൽ വിത്തിനെ മെയിൻ സെല്ലാണ്, ഷേപ്പ് ഓഫ് ദി ഓർബിറ്റിലാണ്, അതായത് എൽ വാല്യൂസ് S0 റൂമിന്റെ വാല്യൂ അതിനെ നമ്മൾ റൂമൊക്കെ ആക്കിയിട്ടായിരുന്നു പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു കോഡ് വെച്ചിട്ട്. അപ്പൊ നമ്മുടെ അതിനകത്ത് ബൗണ്ടറി സർഫസ് ഡയഗ്രാം വരയ്ക്കാൻ വേണ്ടിയിട്ട് ചോദിക്കും. എസിന്റെ പിന്റെ ഒക്കെ നിങ്ങൾക്ക് അറിയില്ല, അടിപൊളിയല്ലേ. പിന്നെ ഡീൻ്റെ കൂടെ പഠിച്ചോളൂ കേട്ടോ. സ്കെച്ച് ദ ഷേപ്പ് ഓഫ് വൺനെസ് ഓർബിറ്റിൽ. അപ്പൊ ഡീൻ്റെ ഒക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, ഡീൻ്റെ ഒക്കെ നിങ്ങൾക്ക് അതിനകത്ത് അറിയാമല്ലോ. ഡീൻ്റെ ഒക്കെ നമ്മൾ ഇങ്ങനെ വരയ്ക്കുമല്ലോ, ഇങ്ങനെ വരച്ചിട്ട് ഇങ്ങനെ വരയ്ക്കുന്ന ആദ്യം. പിന്നെ DX² Y² ഒക്കെ വരയ്ക്കുമ്പോൾ ഇങ്ങനെ വരയ്ക്കും. പിന്നെ DZ² നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനെ വരച്ചിട്ട് ഇങ്ങനെ ഇട്ടു. അപ്പൊ അതൊക്കെ അങ്ങ് പഠിക്കാം. മറ്റതൊക്കെ പിന്നെ 3 ഇതുപോലെ XY YZ എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ പഠിക്കുക. പിന്നെ അപ്പൊ DZ² DX² Y². ദെൻ സ്റ്റേറ്റ് ഓബോ പ്രിൻസിപ്പൽ പഠിക്കണം. ഓബോ പ്രിൻസിപ്പൽ പഠിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിലെ പ്രിൻസിപ്പൽ ഏതെങ്കിലും ഒക്കെ ചോദിക്കും കേട്ടോ. ഓബോ പ്രിൻസിപ്പൽ, പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പൽ. ദെൻ അതൊക്കെ ഞാൻ അവിടെ എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഡെഫിനിഷൻ ഓഫ് ഓർബിറ്റിൽ അതൊക്കെ വേണമെങ്കിൽ ചോദിക്കാം. അതൊന്നും വലിയ എന്താ പറയുക, ഞാൻ ഇതിനകത്ത് കുടുങ്ങി പോയതാണ് ഇവിടെ വെച്ചപ്പോൾ. ദെൻ അത് അത്ര വലിയ ഇമ്പോർട്ടൻ്റ് അല്ല, ഇനി പഠിച്ചോളൂ. കണ്ടത് ഏതായാലും ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ ഇത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് മാത്രമാണ്. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് പറയുന്നത് കേട്ടോ. ഹൻസ് റൂൾ ഫോർ മാക്സിമം മൾട്ടിപ്ലിസിറ്റി വേണമെങ്കിൽ ചോദിക്കാം. പിന്നെ അതിനകത്ത് ക്രോമിയത്തിൻ്റെ കോപ്പറിൻ്റെ കോൺഫിഗറേഷൻ ചോദിക്കാം. പിന്നെ അത് ഐഡന്റിഫൈ ചെയ്യാനൊക്കെയാണ്. പിന്നെ കെമിക്കൽ ബോണ്ടിങ്ങിലൂടെ ഞാൻ പറഞ്ഞു അറ്റോമിക് സ്ട്രക്ചറിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഇതൊക്കെയാണ്. ഇനി വേണമെങ്കിൽ അറ്റോമിക് സ്ട്രക്ചറിൽ ഇതല്ലാണ്ട് ഇതൊക്കെ ചോദിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതല്ലാണ്ട് ഇപ്പോൾ നിങ്ങൾ പഠിക്കേണ്ടത് കോണ്ടന്റ് നമ്പേഴ്സിൻ്റെ എല്ലാം ചോദിക്കാം. ഷേപ്പ് സംഭവങ്ങൾ പറഞ്ഞല്ലോ. പിന്നെ ഫോട്ടോ ഇലക്ട്രിക് ഗ്രാഫിൻ്റെ ഇക്വേഷൻ സംഭവങ്ങൾ, അതിൻ്റെ ന്യൂമറിക്കലൊക്കെ വേണമെങ്കിൽ ചോദിക്കാം. പിന്നെ ആ ഒരു ട്രാൻസിഷൻ ഉണ്ടല്ലോ നമ്മുടെ എന്താ പറയുക സീരീസിൻ്റെ ഹൈഡ്രജൻ സ്പെക്ട്രം, അതിലെ ഒരു ലെവലിൽ നിന്ന് മറ്റൊരു ലെവലിലേക്ക് ജമ്പ് ചെയ്യുമ്പോഴുള്ള എനർജി വ്യത്യാസം, ആ ഒരു റെഡ്ബർഗ് ഫോർമുല വെച്ചിട്ടുള്ള സംഭവം, വേവ് നമ്പർ കാണാനുള്ള സംഭവം, അതൊക്കെ അതിൻ്റെ ഒക്കെ പഠിച്ചു വെച്ചോളൂ കേട്ടോ. അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ ഇതൊക്കെ സെറ്റായവർ അപ്പം അങ്ങനെ ആദ്യം സെറ്റാക്കേണ്ടതൊക്കെ സെറ്റാക്കിയിട്ട് പിന്നെ ബാക്കിയുള്ളത് പഠിക്കാം അങ്ങനെ. അപ്പോൾ അതിനകത്ത് പിന്നെ അതിനകത്ത് ഇപ്പം വരുന്ന ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം, അതൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു കഴിഞ്ഞ ഇതിനകത്ത് ടോപ്പിൽ. പിന്നെ ഇതിനകത്ത് നിന്ന് ഇപ്പോൾ വരാൻ സാധ്യത ഇതൊക്കെയാണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് മാക്സിമം ഇമ്പോർട്ടൻ്റ് നമ്മൾ പെടുത്തിയിട്ടുണ്ട്. ബോണ്ടിങ്ങിലോട്ട് പോകുമ്പോൾ ഇതിനകത്ത് മൊളിക്കുലാർ എംഒ തിയറി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് എന്നാ വന്ന് നോക്കൂ, മാർച്ച് 2024 3 മാർക്കിന്. അതുകൊണ്ട് എംഒ തിയറി പഠിക്കാണ്ട് പോകണ്ട. പിന്നെ അതിനകത്ത് ഏതെങ്കിലും ഒരു കോൺഫിഗറേഷൻ വരയ്ക്കാണ്ടാവും. ചിലപ്പോൾ നൈട്രജൻ്റെ ആയിരിക്കും, ചിലപ്പോൾ ഓക്സിജൻ്റെ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇതിനകത്ത് കെമിക്കൽ ബോണ്ടിങ് ഡീറ്റെയിൽ ആയിട്ട് അടിപൊളിയായിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. കാരണം നൈട്രജൻ്റെ സംഭവവും അതുപോലെ തന്നെ ഓക്സിജൻ്റെ സംഭവവും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മളിതിനകത്ത് നിയോണിൻ്റെ സംഭവം, അതിനകത്ത് നിയോൺ വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ ചോദിക്കാം. എംഒ തിയറി എന്ന് പറഞ്ഞ് പഠിച്ചിട്ടേ നിങ്ങൾ σ1s σ*1s എന്ന് പറഞ്ഞ് പഠിച്ച് പോയിട്ട് കാര്യമില്ല. എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരാൻ നോക്കണം, മനസ്സിലായില്ലേ? അപ്പോൾ എംഒ തിയറി ആഫ്റ്റർ നൈട്രജൻ ഇതാണ്. ഞാൻ ഇവിടെ കാണുന്നില്ലെങ്കിൽ ഞാൻ മാറിയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് കാണുമല്ലോ അല്ലേ. അപ്പോൾ അതിൻ്റെ കോഡൊക്കെ നമ്മൾ കെമിക്കൽ ബോണ്ടിങ്ങിൻ്റെ ഒരു 5 മിനിറ്റ് വീഡിയോ ചെയ്തിരുന്നു, അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ N2 വേണമെങ്കിൽ ചോദിക്കാൻ നൈട്രജൻ്റെ. ദെൻ ഓക്കെ, ഞാൻ സ്ലൈഡ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയപ്പം കറക്റ്റ് തന്നെ ആയിരിക്കും. അതിനകത്ത് സ്ലൈഡുകളെ ഞാൻ റീഅറേഞ്ച് ചെയ്തപ്പോഴേ എല്ലാം കറക്റ്റ് തന്നെയാണല്ലോ അല്ലേ. നിയോണിൻ്റെ ആണ് ഇവിടെ, ഇത് നൈട്രജൻ്റെ അല്ലേ. ഓക്കെ, അപ്പോൾ നൈട്രജൻ്റെ തന്നെ ആയിരുന്നല്ലോ ചോദ്യം. ഓക്കെ, ഒരു മിനിറ്റ്. ഓക്കെ, നൈട്രജനും നിയോണും. ശരി. ദെൻ നൈട്രജൻ്റെ വീണ്ടും ഓക്സിജൻ്റെ ചോദിക്കാം. ഓക്സിജൻ എന്താണ്, പാരാമാഗ്നറ്റിക്. പിന്നെ ഇവിടെ ഇതിനകത്ത് പിന്നെയും സ്പീഷീസ് ചോദിക്കട്ടെ. O2 2- O2 2+, O2 പ്ലസ്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചോദിക്കാം. അതുപോലെ തന്നെ അതിനകത്ത് ഫ്ലൂറിൻ്റെ മോളിക്യൂൾസിൻ്റെ ചോദിക്കാം, കോൺഫിഗറേഷൻ. അങ്ങനെ അതിനകത്ത് അതൊക്കെ പഠിക്കണം കേട്ടോ. പിന്നെ ഡൈപോൾ മൊമെന്റ് എന്താണ്, അതിനകത്ത് അത്ര ഇമ്പോർട്ടൻ്റ് ഇല്ലെങ്കിലും ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. NF3 NH3 എന്തുകൊണ്ട് ഡൈപോൾ മൊമെന്റ് എന്നുള്ള സംഭവം ഞാൻ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ നമ്മുടെ ബോണ്ടിന്റെ വീഡിയോയിൽ. പിന്നെ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇതിനകത്ത്. പിന്നെ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, BF3യും NH3യും കമ്പാരിസൺ ഡൈപോൾ മൊമെന്റിന്റെ. പിന്നെ ബോണ്ട് ഓർഡർ, അതിനകത്ത് ബോണ്ട് ഓർഡർ പഠിക്കണം. ഹൈഡ്രജൻ ബോണ്ടിങ് പഠിക്കണം, ഇൻട്രാമോളിക്കുലാർ ഇന്റർമോളിക്കുലാർ. പിന്നെ VSEPR തിയറിയുടെ സംഭവങ്ങൾ, ഡൈപോൾ മൊമെന്റ് ചോദിക്കുന്ന VSEPR തിയറി വെച്ചിട്ട് NH3യുടെ ഷേപ്പ് ചോദിക്കേണ്ടത്. അതാണ് ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യൻ വന്നത്. VSEPR വെച്ചിട്ട് നമ്മുടെ NH3യുടെ ഷേപ്പ് ട്രൈഗണൽ പിരമിഡ്, ആ സംഭവം, അത് ആംഗിൾ കുറയുന്ന സംഭവം 180 ഡിഗ്രിയിലേക്ക്, ലോൺ പെയർ റിപ്പൾഷൻ, ഹൈബ്രിഡൈസേഷൻ്റെ പ്രോപ്പർട്ടീസ് ചോദിക്കാൻ വേണമെങ്കിൽ. പിന്നെ ഹൈബ്രിഡൈസേഷനിൽ എപ്പോഴും ഇങ്ങനെ എക്സാമ്പിളുകൾ തന്നിട്ട് അതിൻ്റെ ഷേപ്പ്, അതിൻ്റെ ഹൈബ്രിഡൈസേഷൻ അങ്ങനെയാ ചോദിക്കാം. അപ്പോൾ അതെല്ലാം പഠിച്ചു വെക്കുക. അതിനകത്ത് നിങ്ങൾക്ക് പെട്ടെന്ന് അറിയാമല്ലോ, 4 ആണെങ്കിൽ എന്താണ് sp3 ആയിരിക്കും, 3 ആണെങ്കിൽ എന്താണ് sp2 ആയിരിക്കും, 6 ആണെങ്കിൽ എന്താണ് sp3d2. അതായത് ഇവിടെ 3, ഇവിടെ 2, 5, അപ്പോൾ 6 അങ്ങനെ നോക്കാം. പക്ഷേ ചില കേസിൽ അതിനകത്ത് ശരിയാവത്തില്ല കേട്ടോ. NH3യുടെ കേസിൽ ഇപ്പം 3 അല്ലേ, അപ്പോൾ നമ്മൾ വിചാരിക്കും sp2 ആണ്, അല്ല sp3 ആണ്, കാരണം ഇവിടെ എന്താ ലോൺ പെയർ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഇതിനകത്ത് വരും കേട്ടോ. പിന്നെ ഞാൻ ഇതിനകത്ത് ഇതൊക്കെ അതിൻ്റെ സംഭവങ്ങൾ തന്നെയാണ്. SF6ൻ്റെ ചോദിക്കാം. പിന്നെ ഇതിനകത്ത് ഈ SF6ൻ്റെ ഇത് ഈസി ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരച്ചിട്ട് ചിലപ്പം എന്ത് ചെയ്യാം, PCL5ൻ്റെയും SF6ൻ്റെ ഒക്കെ ചോദിക്കാം. അപ്പം അതിനകത്ത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ഓക്കെ,
പിന്നെ ഇതിനകത്ത് പിന്നെ ഈ സംഭവങ്ങൾ അങ്ങനെ വന്നിട്ട് പിന്നെ വാട്ടറിന്റെ ബോണ്ട് ആംഗിൾ എന്തുകൊണ്ടാണ് കുറവ് എന്നുള്ള രീതിയിൽ അത് റിപ്പൾഷൻ ഉള്ളതുകൊണ്ട്, അതായത് ഈ ലോൺ പെയറുകൾ ഇങ്ങോട്ട് തള്ളുമ്പോഴേ ഈ ആംഗിൾ ഇവിടെ കുറയും, ബോണ്ട് പെയറിനെ ഇങ്ങോട്ട് പേടിപ്പിക്കും. അത് തന്നെ. പിന്നെ ഇതിനകത്ത് ഇക്വിലിബ്രിയത്തിലോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, കോൺജുഗേറ്റ് ഇക്വിലിബ്രിയൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻസ് ഇതൊക്കെ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിൽ പറഞ്ഞിട്ടുണ്ട്. ബോണ്ടിങ് ഇക്വിലിബ്രിയൊക്കെ ഞാൻ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബഫർ സൊല്യൂഷനെ, പിന്നെ ബ്രോൺസ്റ്റൺ ലോറി ഇതിൽ ഏതെങ്കിലും ഒന്ന് ചോദിക്കട്ടോ. ബ്രോൺസ്റ്റൺ ലോറി എന്ന് പറഞ്ഞാൽ ആസിഡ് പ്രോട്ടോൺ ഡോണറാണ്. കൊടുക്കുന്നവർ H+ കൊടുക്കുന്നവർ ആസിഡുമാണ്, H+ വാങ്ങുന്നവർ ബേസുമാണ്. അതാണ് ബ്രോൺസ്റ്റൺ ലോറി കോൺസെപ്റ്റ്. പിന്നെ പ്രോട്ടോൺ ഡോണറാണ്, HCl ഡൊണേറ്റ് ചെയ്യും. പിന്നെ പ്രോട്ടോൺ ആക്സെപ്റ്റ് ചെയ്യുന്നവർ എന്താണ്, അമോണിയൊക്കെ പോലുള്ളവർ ആക്സെപ്റ്റ് ചെയ്യുന്നവർ ബേസ്. പിന്നെ ഇതിനകത്ത് ലൂയിസ് ആസിഡ് ബേസ് കൺസെപ്റ്റ് ചോദിക്കാം. പിന്നെ അസിഡിക് ബഫർ, ബേസിക് ബഫർ, ഹോമോജിനസ് ഒക്കെ നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഡീറ്റെയിൽ വീഡിയോ ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്യാം. പിന്നെ ഹൈഡ്രോളിസിസ് ചോദിക്കാം കേട്ടോ. അത് നിങ്ങൾ ഈ ടാബിൾ വെച്ചിട്ട് ഏതാണ് സ്ട്രോങ് എന്ന് നോക്കിയിട്ട് വേണം. ഇതിപ്പോൾ NH4 CL ഹൈഡ്രോളൈസ് ചെയ്ത് എന്താ വരിക, CL എവിടെ നോക്കുക. ഈ ടേബിൾ പഠിച്ചിട്ട് CL എവിടെയാ, അതാ HCl എവിടെയാ, സ്ട്രോങ് ആസിഡാണ്. NH4 എവിടെയാ, NH4 ദ വീക്ക് ബേസ് ആണ്. അപ്പോൾ ഇതിന്റെ സ്വഭാവം സ്ട്രോങ് ആസിഡിക് ആയിരിക്കും. അങ്ങനെ ഇപ്പോൾ CH3CON ഏതാ, അത് നമുക്കറിയാം വീക്കിലാണ്, കണ്ടോ, വീക്ക് ആസിഡ്. പിന്നെ എണ്ണ നമുക്കിവിടെ സ്ട്രോങ് ബേസ് ആണ്. അപ്പോൾ ഇതിൻ്റെ സ്വഭാവം സ്ട്രോങ് ഉള്ളതിൻ്റെ സ്വഭാവമായിരിക്കും ബേസിൻ്റെ സ്വഭാവം. അപ്പോൾ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, കണ്ടുപിടിക്കാം എന്നുള്ളതാണ്. പിന്നെ ഇത് KC ഒക്കെ എഴുതാനൊക്കെ ചോദിക്കും. KC എഴുതാനൊക്കെ നിങ്ങൾക്ക് അറിയില്ലേ, ചുമ്മാ ഒരു ഇവിടെ പ്രൊഡക്റ്റിൻ്റെ NH2² ഒക്കെ എടുത്തിട്ട് ചെയ്യാൻ. പിന്നെ Le Chatelier പ്രിൻസിപ്പിൾ വെച്ചിട്ടുള്ള എഫക്റ്റ്, ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഒരു NH3 സംഭവം വെച്ചിട്ട് ഇവിടെ ഒരു എഫക്റ്റ് ഉണ്ടാവില്ല പ്രഷറിന്, കാരണം എന്താ, റിയാക്റ്റൻ മോളിക്യൂൾസ് ഒക്കെ സെയിം ആയതുകൊണ്ട്. പിന്നെ ഇതൊക്കെ പഠിക്കണം. ഇതെങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ വരിക, അല്ലാണ്ട് നിങ്ങൾ എന്താ വിചാരിച്ചത് ഇതിനകത്ത് അറേനിയസ് കൺസെപ്റ്റ് പഠിക്കണം. അറേനിയസ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ വെള്ളത്തിലിട്ട H+ തരുമെങ്കിൽ അറേനിയസ് ആസിഡ് ആണ്, വെള്ളത്തിലിട്ട OH തരുമെങ്കിൽ അറേനിയസ് ബേസ് ആണ്. പിന്നെ കോൺജുഗേറ്റ് ആസിഡ് ബേസ് ഒക്കെ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ pH കാണാൻ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് എന്താ, pH കാണാൻ ഒരു അടിപൊളി ട്രിക്ക് ഉണ്ട് കേട്ടോ. pH കാണാനേ ഇവിടെ ഇപ്പോൾ ഇതല്ലേ തന്നത്, 3.8 × 10⁻³ അവിടെ ആ 3 അങ്ങ് എടുക്കുക. 3 - log 3.8 ആയിരിക്കും ഫൈനൽ ആൻസർ. ഇത് പോസിറ്റീവ് ആകും, 3 എന്നാകും. ഈ log 3.8 അതിൽ നിന്ന് കുറച്ചാൽ മതി. അപ്പം തന്നെ ആൻസർ നിങ്ങൾക്ക് കിട്ടും. പിന്നെ നിങ്ങൾ മനസ്സിലാക്കണം, pH ആണോ POH ആണോ കാണാൻ pH ആണോ തന്നത് എന്നൊക്കെ മനസ്സിലായില്ലേ. ചിലപ്പോൾ OH കോൺസെൻട്രേഷൻ തന്നാലേ അതിന് പിന്നെ pH കാണേണ്ടി വരും. പിന്നെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഫീച്ചേഴ്സ് ഒക്കെയാണ്, അതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. ഞാൻ ഇതിനൊന്ന് മാറുന്നുണ്ട്. ഓക്കെ, ഇനി ഇതിനകത്ത് സംഭവം ഇതൊക്കെ നിങ്ങൾ പഠിക്കുക. അയണിക് പ്രൊഡക്റ്റ് വാട്ടർ വേണമെങ്കിൽ ചോദിക്കാം കേട്ടോ. പിന്നെ അതായത് H+ന്റെയും OH-ന്റെയും എന്താണ് പ്രൊഡക്റ്റുകളുടെ മോളാർ കോൺസെൻട്രേഷൻ എന്താണ് ഗുണിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ബാച്ചിലെ ക്ലാസ് ഇങ്ങനെയൊന്നും അല്ല കേട്ടോ, ഞാൻ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു പോകാം. ഇതിപ്പം എന്താ പറയുക, ജസ്റ്റ് ഇങ്ങനെ പറയുന്നേ ഉള്ളൂ. പിന്നെ കോമൺ അയോൺ എഫക്റ്റിന്റെ ആപ്ലിക്കേഷൻ ചോദിക്കാം, ഏതെങ്കിലുമൊക്കെ പഠിച്ചു വെക്കാം. കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയർ ഡെഫിനിഷൻ ചോദിക്കാം. പിന്നെ KC എഴുതാൻ, അതുപോലെ തന്നെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഫീച്ചേഴ്സ് നമ്മൾ പറഞ്ഞല്ലോ അല്ലേ. പിന്നെ ഇതിനകത്ത് ലൂയിസ് ആസിഡ്, ലൂയിസ് ബേസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആട്ടോ ചോദിക്കാം. ആസിഡ് അതായത് ഇലക്ട്രോൺ കുറവുള്ളവർ എന്താണ്, ലൂയിസ് ആസിഡാണ്. ഇലക്ട്രോൺ കുറവുള്ളവർ, ഇലക്ട്രോൺ അതായത് അപ്പോൾ കുറവാണ് അവർ വാങ്ങും, കൊടുക്കുന്നവർ എന്താണ്, ലൂയിസ് ബേസ് ആണ്. അപ്പോൾ അതിന് അമോണിയ ഒക്കെ എക്സാമ്പിൾ പഠിക്കുക. പിന്നെ അത് എപ്പോഴും ചോദിക്കാറുണ്ട്. ഇത് ഇക്വിലിബ്രിയം ജസ്റ്റ് റിവേഴ്സ് ചെയ്ത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി വെച്ചതാണ്. അപ്പോൾ 1/k ആയിരിക്കും. ഇക്വിലിബ്രിയം ഫോർവേഡ് K1, റിവേഴ്സ് K2 ആണെങ്കിൽ ഫോർവേഡിലേക്ക് X തന്നാൽ K2 എന്താണ്, 1/x ആണ്. അതൊക്കെ ഒരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റൻ ആണ്. നിങ്ങൾ ഹോമോജിനസ് ഇക്വിലിബ്രിയം, ഹെറ്ററോജിനസ് ഇക്വിലിബ്രിയം ഞാൻ വീഡിയോ പറഞ്ഞിട്ടുണ്ട്, പഠിക്കുക. പിന്നെ ഇതൊക്കെ ഇതിനകത്ത് KP/KC റിലേഷൻ ചെയ്യാനാണ് പ്രോബ്ലം. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് വെച്ചെന്നേ ഉള്ളൂ. പിന്നെ ഞാൻ അതിനകത്ത് വേണമെങ്കിൽ ചോദിക്കാം. അപ്പോൾ പിന്നെ ഇതിനകത്ത് കോമൺ അയോൺ എഫക്റ്റ്, സോലബിലിറ്റി പ്രൊഡക്റ്റ്, അപ്പോൾ ഇതൊക്കെയാണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, മനസ്സിലായില്ല. അപ്പോൾ ഇക്വിലിബ്രിയത്തിൽ ഇപ്പോൾ ഇതിനകത്ത് ഓൾമോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഒക്കെ നമ്മൾ ഇതിനകത്ത് കവർ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്ത് പോകുമ്പം ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ വേണമെങ്കിൽ ചോദിക്കാം. പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ ആണ്. പക്ഷേ അതിൻ്റെ ക്വസ്റ്റ്യൻസ് എങ്ങനെ വരാം എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻസ് പല രീതിയിൽ വരും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും എക്സാമ്പിളുകൾ തന്നിട്ട് ഇപ്പം NO2 ഏത് ലോ ആണ്, അപ്പോൾ ഒന്ന് ഫിക്സഡ് ആണ്, മറ്റത് എന്താണ്, മാറുന്നുണ്ട്. ഓക്സിജൻ ഇവിടെ ഡബിൾ ആവുന്നുണ്ട്, അപ്പോൾ അത് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ ആണ്. അങ്ങനെയൊക്കെ അതിനകത്ത് വരും കേട്ടോ. അപ്പോൾ ഇതിനകത്ത് പിന്നെ നിങ്ങൾ ഇതിനകത്ത് പഠിക്കേണ്ടത് ഒരു എംപിരിക്കൽ ഫോർമുല കാണാൻ, തന്ന ഇവിടെ വെയിറ്റ് ഇങ്ങനെ തന്നത് വെക്കുക. ഇംപിരിക്കൽ, അത് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ബേസിക് കോൺസെപ്റ്റിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഇതിൽ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, ഇംപിരിക്കൽ ഫോർമുലേൻ്റെ സംഭവങ്ങൾ. പിന്നെ അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സിലോട്ട് പോകുമ്പോൾ നിങ്ങൾ ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അതിനകത്ത് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ചോദിക്കാം. ഈ ഒരു സംഭവം ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ക്ലോറിന്റെ സംഭവം ചിലപ്പോൾ ഒരു മാർക്കിലൊക്കെ ചോദിക്കാറുള്ളൂ, എന്നിരുന്നാലും. പിന്നെ അതിനകത്ത് മോഡേൺ പീരിയഡിക് ലോ ചോദിക്കാം. ചിലപ്പോൾ മെന്റലീവ്സിന്റെ ഒക്കെ ഡീമെറിറ്റ്സ് ഒക്കെ വേണമെങ്കിൽ ചോദിക്കാൻ നോക്കി വെച്ചോളൂ. ദെൻ അയണൈസേഷൻ എൻതാൽപ്പിയും അത് ഫസ്റ്റ്, ഇത് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് 5 സ്റ്റാർ ക്വസ്റ്റൻ ആണ്, ഇത് പഠിച്ചു പോയിക്കോളൂ. പിന്നെ Na+ സ്മോളർ ദാൻ സൈസ് ഓഫ് Na ചോദിക്കാം. ഫോസ്ഫറസ് എന്തുകൊണ്ട് BCl5 ഉണ്ടാക്കുന്നു. നൈട്രജന്റെ വീട്ടിൽ റൂമുകളൊന്നും ഇല്ലാതെ, ഡി ബ്ലോക്ക് ഇല്ല, അത് തന്നെ. പിന്നെ ഇലക്ട്രോൺ നിങ്ങൾക്ക് അറിയാലോ, ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഓഫ് ക്ലോറിന്. അപ്പൊ ക്ലോറിൻ എന്താണ്, കുറച്ചുകൂടി സൈസ് ഒക്കെ ഉണ്ട്. ക്ലോറിനിലോട്ട് ഇലക്ട്രോൺ റിപ്പൾഷൻ കുറവാണ്. സംഭവങ്ങളൊക്കെ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്, അതിന്റെ സംഭവങ്ങൾ. പിന്നെ അതിനകത്ത് Na+ന്റെ എഴുതിയിട്ടില്ലേ, Na+ന്റെ എഴുതിയിട്ടുണ്ട്.
പിന്നെ ഇവിടെ ഫസ്റ്റ് അയണൈസേഷൻ എന്താൽപി എങ്ങനെയാണ് പീരീഡിൽ വേരി ചെയ്യുക, ഗ്രൂപ്പിൽ വേരി ചെയ്യുക, റീസൺ കാര്യങ്ങൾ, പിന്നെ റേഡിയസിനും അതുപോലെ വേരി ചെയ്യുന്ന സംഭവങ്ങൾ പഠിച്ചു വെക്കുക. പിന്നെ അയണൈസേഷൻ എന്താൽപി ബോറോൺ ലെസ് ദാൻ ദാറ്റ് ഓഫ് ബെർലിയം എന്താണ് എന്നുള്ളത് പഠിച്ചു വെക്കുക. അയണൈസേഷൻ എന്താൽപി ഡെഫിനിഷൻ കാര്യങ്ങൾ പഠിച്ചു വെക്കുക. പിന്നെ അറ്റോമിക് റേഡിയസ് ലെഫ്റ്റ് ടൈറ്റ് എങ്ങനെയാണ് വേരി ചെയ്യുന്നതെന്ന് പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ ഡൗൺ ദ ഗ്രൂപ്പ് എങ്ങനെയാണ്, ഇലക്ട്രോൺ ഗെയിൻ എന്താൽപി നമ്മൾ ഓൾറെഡി പറഞ്ഞു. പിന്നെ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി സ്കെയിൽ സംഭവങ്ങൾ, ഇലക്ട്രോൺ ഗെയിൻ എന്താൽപിയുടെ ഡെഫിനിഷൻ, അത് വേരിയിങ് അലോങ് ദ ഗ്രൂപ്പ് സംഭവങ്ങൾ. അപ്പൊ റേഡിയസിന്റെ ഞാൻ ഇതിനകത്ത് ലെഫ്റ്റ് റൈറ്റ് ഇതിന് ഡൗൺ ദ ഗ്രൂപ്പ് ഉണ്ട്. ഡൗൺ ദ ഗ്രൂപ്പ് റേഡിയസ് കൂടി വരും, നിങ്ങൾക്ക് അറിയില്ലേ. പിന്നെ തെർമോഡൈനാമിക്സിലോട്ട് പോകുമ്പോൾ ഓപ്പൺ സിസ്റ്റം ക്ലോസ്ഡ് സിസ്റ്റം ഇതൊന്നുമല്ല. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് അതിനകത്ത് ഏതാണ് നമ്മുടെ സ്റ്റേറ്റ് ഇതൊന്നുമല്ല. സ്റ്റേറ്റ് ഫംഗ്ഷൻ ബാത്ത് ഫംഗ്ഷൻ പഠിച്ചോളൂ ഡെഫിനിഷൻ ഒക്കെ. പക്ഷേ ഇന്റൻസീവ് ആൻഡ് എക്സ്റ്റെൻസീവ് ആണ് എപ്പോഴും ഭയങ്കര 5 സ്റ്റാർ കാറ്റഗറി ക്വസ്റ്റ്യൻ. പിന്നെ അഡയബാറ്റിക് പ്രോസസ് വർക്ക് ഇടണൊക്കെ വേണമെങ്കിൽ ചോദിക്കാം. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ SS ലോ ഇതാണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് കേട്ടോ. SS ലോയുടെ സ്റ്റേറ്റ്മെന്റ്, അതിന്റെ പ്രോബ്ലം. അതിന്റെ പ്രോബ്ലത്തിന്റെ ട്രിക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, വളരെ സിമ്പിൾ ആക്കിയിട്ട് ചെയ്യുന്ന രീതിയിലുള്ള ട്രിക്ക്. അപ്പൊ അതിന്റെ ഈ ഒരു പ്രോബ്ലത്തിന്റെ ഇതുമായി ബന്ധപ്പെട്ട് ഇനിയും അതിനകത്ത് എന്ത് ചെയ്യും, പ്രോബ്ലംസ് ഇതൊക്കെ ഇതും വേറെ രീതിയിലാണ്. പ്രൊഡക്റ്റ് മൈനസ് റിയാക്ടൻസ് എന്ന് പറയുന്ന രീതിയിൽ ഇത് എളുപ്പമാണ്, ഇതിന്റെ കോഡുണ്ട്. പിന്നെ ഇത് നമ്മുടെ ആ ഒരു യൂഷ്വൽ കോഡ് വെച്ച് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ലാറ്റിസ് എന്താൽപി വേണമെങ്കിൽ ചോദിക്കാം, ലാറ്റിസ് എന്താൽപി അതിന്റെ സംഭവങ്ങൾ. പിന്നെ സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എൻട്രോപ്പി ചോദിക്കാം, എൻട്രോപ്പിയുടെ ഡെഫിനിഷൻ. അതുപോലെ തന്നെ ഏതൊക്കെ കേസിൽ എൻട്രോപ്പി കൂടും കുറയും എക്സാമ്പിൾ തന്നിട്ട് ചോദിക്കും. അപ്പൊ ഐസ് ആവുമ്പോൾ എൻട്രോപ്പി കുറയും, എന്നാൽ ഗ്യാസ് ആവുമ്പോൾ എൻട്രോപ്പി കൂടും, അതൊക്കെ അറിയാം ലിക്വിഡ് ആവുമ്പോൾ. പിന്നെ സ്പോണ്ടാനിറ്റി എങ്ങനെയാണ്, ഗിബ്സ് എനർജിയുമായി ബന്ധം, ഗിബ്സ് എനർജിയുടെ ഡെഫിനിഷൻ, ഗിബ്സ് എനർജിയുടെ ഇക്വേഷൻ, ഡെൽറ്റ ജി = ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ്. അപ്പൊ ഇതൊക്കെയാണ് ഇതിനകത്ത് നമ്മുടെ. പിന്നെ SS ലോ നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ. ഫസ്റ്റ് ലോ മാത്തമെറ്റിക്കൽ സ്റ്റാൻഡേർഡ് എന്താൽപി ഓഫ് ഫോർമേഷൻ ഒക്കെ വേണമെങ്കിൽ ചോദിക്കാം, അതൊക്കെ പറഞ്ഞല്ലോ. സ്റ്റാൻഡേർഡ് എന്താൽപി ഓഫ് ഫോർമേഷൻ വേണമെങ്കിൽ ചോദിക്കാം കേട്ടോ. സ്റ്റാൻഡേർഡ് എന്താൽപീസിൽ ഇതിനകത്ത് ഫോർമേഷൻ ചോദിച്ചിട്ടുണ്ട്, അപ്പൊ അത് വേണമെങ്കിൽ പഠിച്ചോളൂ. പിന്നെ വാട്ട് ഈസ് സ്പോണ്ടേനിയസ് പ്രോസസ്, എൻട്രോപ്പി ഓഫ് എ സിസ്റ്റം, എൻട്രോപ്പി സംഭവങ്ങളൊക്കെ. അപ്പൊ ഇതിനകത്ത് ഇതൊക്കെയാണ്, ഇത്രയുമാണ്. പക്ഷേ ഇതിനകത്ത് ഇനിയും എന്തുണ്ട്, ഒരുപാട് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യനുകളൊക്കെ ഇതിനകത്തുണ്ട്. അറ്റോമിക് മാസ് യൂണിറ്റ് ഉണ്ട്, അതുപോലെ തന്നെ മൊളാരിറ്റി, സം ബേസിക് കോൺസെപ്റ്റിന്റെ കാര്യങ്ങൾ ഞാൻ വേറെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം തെർമോഡൈനാമിക്സിന്റെ സംഭവങ്ങൾ ഇതിനകത്ത് ഞാൻ പറഞ്ഞു. ഇക്വിലിബ്രിയം സെപ്പറേറ്റ് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ബോണ്ടിങ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അറ്റോമിക് സ്ട്രക്ചർ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് എന്ന് വെച്ചാൽ ഇത് മാത്രം പഠിക്കണം എന്നല്ല, ഇത് ആദ്യം എന്തായാലും പഠിക്കണം, ഇത് കഴിഞ്ഞിട്ട് മറ്റേതുകൂടി പഠിക്കാം. പക്ഷെ മറന്നു പോകുന്ന ഒരു പ്രശ്നം ഉണ്ടല്ലോ, അത് നിങ്ങൾ എന്ത് ചെയ്യണം, മറക്കാതിരിക്കാൻ വേണ്ടി എല്ലാം കൂടി പഠിച്ചിട്ട് മറന്നു പോകണ്ട. ഇനി ഓർഗാനിക് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, റെഡോക്സ് ഉൾപ്പെടുത്തിയിട്ടില്ല, അത് ചിലർക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ നിങ്ങളെ പ്രതികരണം അനുസരിച്ച് അടുത്ത വീഡിയോകൾ ചെയ്യാം കേട്ടോ. അപ്പം എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. അപ്പം അടിപൊളിയാക്കുക. ഇനി മറക്കാതിരിക്കാൻ എങ്ങനെ പഠിക്കാം എന്നുള്ളതായിട്ട് ഞാൻ വരുന്നുണ്ട് കേട്ടോ. ദാറ്റ്സ് ഓൾ, താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പം ഇനി ഓർഗാനിക് ഉണ്ട്, നിങ്ങൾ ഓർഗാനിക് കൂടി പഠിക്കണം. ഇത് കഴിഞ്ഞിട്ട് ആദ്യം പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ആദ്യം ഇതിന്റെ തിയറി കാര്യങ്ങളൊക്കെ പഠിക്കാം, പിന്നെ ന്യൂമറിക്കലോട്ട് പോകാം, ഓർഗാനിക്കിലോട്ട് പോകാം. അതൊക്കെ നിങ്ങളുടെ കാലിബർ അനുസരിച്ചിരിക്കും. ഞാൻ ഇത് മാത്രം പഠിക്കണമെന്നൊന്നും പറയില്ല കേട്ടോ, ഞാൻ അങ്ങനെ പറയുന്ന ആളല്ല. ഞാൻ എല്ലാ ചാപ്റ്റേഴ്സും പഠിക്കണമെന്ന് പറയുന്ന ഒരാളാണ്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, പിന്നെ എല്ലാ ചാപ്റ്റേഴ്സും പഠിക്കാൻ പറയുമ്പോഴേ നിങ്ങൾ അതുകൂടി ശ്രദ്ധിക്കണം, നിങ്ങളുടെ കാലിബർ അനുസരിച്ച് എന്ന് ഞാൻ പറഞ്ഞു. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് മറക്കുന്നുണ്ടെങ്കിൽ എല്ലാം കൂടി പഠിച്ചിട്ട് പിന്നെ മറന്നു പോയിട്ട് കാര്യമില്ലല്ലോ. അപ്പം പഠിക്കുന്നതൊക്കെ സെറ്റ് ആയിട്ട് ഓക്കെ ആണെങ്കിൽ അടുത്തതിലോട്ട് അങ്ങനെ പോവാം, അതായിരിക്കും നല്ലത്. പിന്നെ ബാക്കി ഉണ്ടെങ്കിലാണ് ഞാൻ ഇതിനകത്ത് നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ ഈ വന്നു ഇത് പറഞ്ഞു ഇത് തന്നെ വരണമെന്നൊന്നും ഇല്ലല്ലോ. ഈ ചാപ്റ്ററിന് പല രീതിയിൽ ചിലപ്പോൾ ടഫ് ആകാം, ഈസി ആകാം. ഭാഗ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെയാണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യനുകൾ. അപ്പം 52+ ഇനി ഓർഗാനിക്കും അതൊക്കെ വരുമ്പോഴേക്ക്, ഓർഗാനിക് 2 ചാപ്റ്റർ ഉണ്ട്, രണ്ടും എളുപ്പമാണ്, 10 10. അപ്പം വരുമ്പോഴേക്ക് ഒത്തിരി മാർക്ക് നിങ്ങൾക്ക് കിട്ടും. അപ്പൊ അതുകൂടി അതിനകത്ത് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റ് ആവും എന്നുള്ളതാണ്. അപ്പൊ പേടിക്കേണ്ട, അടിപൊളിയാക്കുക. അപ്പൊ നമ്മൾ സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. ദാറ്റ്സ് ഓൾ, താങ്ക്സ് ഫോർ വാച്ചിങ്.